तुझ में रात मेरी, तुझ में दिन मेरे, लम्हा एक जीऊं ना मैं तो बिन तेरे। है तेरे साथ सफर, जाना मुझे है किधर के बीत जाए तुझ में ये उम्र। धड़कन ये कहती है दिल तेरे बिन धड़के ना, एक तू ही यार मेरा, मुझको क्या दुनिया से लेना। धड़कन ये कहती है दिल तेरे बिन धड़के ना, एक तू ही यार मेरा, मुझको क्या दुनिया से लेना। तो कौन हंसेगा, तू जो छूटा तो कौन रहेगा। तू चुप है तो ये डर लगता है, अब ना मुझको अब कौन कहेगा। तू ही वजह तेरे बिना बेवजह बेकार हूँ मैं, तेरा यार हूँ मैं। आजा लड़े फिर खिलौनों के लिए, तू जीते मैं हार जाऊं। आजा करे फिर वही शरारतें, तू भागे मैं मार खाऊं। मीठी सी वो गाली तेरी सुनने को तैयार हूँ यार हूँ मैं। ओहो तेरा यार हूँ मैं। नचदा मैं फिरा, हंजुआ तो बचदा मैं फिरा। ओ जाते नहीं कहीं रिश्ते पुराने, किसी नए के आ जाने से। जाता हूँ मैं तो मुझे तू जाने दे, क्यों परेशान है मेरे जाने से। टूटा है तो जुड़ा है क्यों, मेरी तरफ तू मुड़ा है क्यों। हक नहीं तू ये कहे कि यार अब हम ना रहे, एक तेरी यारी का ही सातों जन्म हकदार हूँ मैं, तेरा यार हूँ मैं। Pinawin ng motor ng Barsita, mga honestly.
പിതാവായ ദൈവത്തിൻ്റെയും മിശിഹാ തമ്പുരാൻ്റെയും സഹായം യാചിച്ച് എല്ലാ മംഗളങ്ങളും നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ തുടങ്ങാം. നന്മയാണെന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉന്മയെഴുന്നള്ളവേണം. കാരണമായവരെല്ലാരും ചൊല്ലിട്ട് നന്മ വരുത്തി തരണം. ആരാധനായേനും അമ്പൻ മിശിഹായും കൂടെ തുണയ്ക്കായി ഇവർക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമുക്ക് സമാധാനം നമ്മോടുകൂടെ. പൂർവപിതാവായ ഇസ്ഹാക്കിന് സ്വന്തം വംശത്തിൽ നിന്ന് ഭാര്യയെ അന്വേഷിച്ചു പുറപ്പെട്ട അബ്രാഹാമിന്റെ ദാസനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി യാത്ര തിരിക്കുന്ന നിന്റെ ദാസിയെ കൃപാപൂർവം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടിയോജിപ്പിച്ച ദൈവമേ, തിരുമുമ്പിൽ ഈ നിമിഷം കാരുണ്യം യാചിച്ചു നിൽക്കുന്ന ഈ ദാസിയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടക്കുവാൻ പോകുന്ന വാഗ്ദാനത്തിന് അനുസൃതമായി വിശ്വസ്തതാപൂർവം ജീവിക്കുവാൻ കൃപ നൽകണമേ. നിത്യനായ സർവേശ്വരായ എന്നേക്കും. നമുക്കെല്ലാവർക്കും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കാം. നിന്റെ ജനമായ ഇസ്രായേലിനോട് കരാറുണ്ടാക്കുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുകയും ചെയ്ത കർത്താവെ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വസ്തതയിലും ദൈവപരിപാലനയിലുമുള്ള വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മക്കൾ വധുവരന്മാർ ഗ്രേസിനെയും നെഫിനെയും സ്നേഹത്തിൽ വളരുവാനും അങ്ങേക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ രണ്ട് കുടുംബങ്ങളും പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. തോബിയാസിനെയും സാറായെയും സംരക്ഷിച്ച കർത്താവ് നിന്നെയും സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
Let's warmly welcome the gorgeous bride-to-be, Mrs. Grace Reggie, and the charming groom-to-be, Mr. Neff Abraham. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേസിനെ നെഫിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് മനോഹരമായ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നവവധൂവരന്മാരെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Yes, thank you so much, ladies and gentlemen. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നോ? ഓക്കെ, അതിനർത്ഥം അടിപൊളി ഡാൻസ് ആയിരുന്നു. എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സീറ്റുകളിലേക്ക് കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. So yes, finally the royal couple is here. ഇവർ രണ്ടുപേരും റോയൽ കപ്പിൾസ് ആണോ? Okay, Grace and Neff, first of all, congratulations to both of you on your big day. Then രണ്ടുപേരും ഒരുമിച്ച് പുതിയൊരു ജീവിതയാത്ര ആരംഭിച്ചിരിക്കുകയാണല്ലേ? ഈ ഒരു മൊമെന്റിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? How do you feel now? Nervous, scared, excited? I feel great. യെസ്, ഓൾറെഡി ഇന്ന് ഇവരുടെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആണല്ലേ? ആണോ? ഓക്കെ,
ഇവരുടെ മനസ്സുകൾ തമ്മിലുള്ള സമ്മതം പരസ്പരം നാം ഏവരെയും അറിയിച്ച ഏറ്റവും അനുഗ്രഹീതമായ ഒരു മൊമെന്റ് കൂടിയാണെന്ന്. അതിൻ്റെ സന്തോഷം നാം എല്ലാവരുമായി പങ്കുവയ്ക്കുന്നതിനും നിങ്ങൾ ഏവരുടെയും ബ്ലെസ്സിങ്സും വിഷസും ഏറ്റുവാങ്ങുന്നതിനുമായിട്ടാണ് നെഫിനും നമ്മുടെ ഗ്രേസും അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇവർ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടാം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ഇവിടെ നിൽക്കുന്നത്. ബട്ട് ആസ് എ ഫോർമാലിറ്റി ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ ലവ്ലി കപ്പിൾ. And first, it is our pleasure to introduce our handsome groom to be Mr. Nef Abraham. Mr. Jadishindeയും Mrs. Tessie Jadishindeയും മകനാണ് our handsome groom to be Mr. Nef Abraham. He hails from the Taichil family. He is a businessman currently working in Brisbane, Australia. നെഫിന് ഫാൻസ് ഉണ്ടോ അവിടെ? It is our pleasure to introduce our gorgeous bride to be Mrs. Grace Reggie. Mr. Reggie ജോയിയുടെയും Mrs. Rija Reggieയുടെയും മകളാണ് our beautiful bride to be Miss Grace Reggie, hailing from the Thaitharapel family. She is working as a registered nurse specializing in cosmetic nursing, Australia. Fans, കയ്യടി. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ വധുവരന്മാരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇവരുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ ഇവർക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏവരുടെയും ബ്ലെസ്സിങ്സും വിഷസും തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും നല്ലൊരു ഡബിൾ 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 സ്ട്രോങ് കയ്യടിയായി നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേസിനും നെഫിനും നൽകാം. Let me introduce them. His loving parents, Mr. Jadish Abraham and Mrs. Tessie Jadish, are currently working in Australia. Next, Nef has two lovely sisters, Neha, who has completed her nursing studies, and Nashida, who is currently studying at university. നെഫിൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും കൂടെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം നെഫിൻ്റെ അമ്മാച്ചൻ കുഞ്ഞച്ചൻ അങ്കിളിനെ കൂടെ നമ്മൾ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Now moving on to the bride side, so I would like to invite Grace family onto the stage. Her beloved parents, Mr. Reggie Joy and Mrs. Rija Reggie, are currently working in Australia. അങ്കിളും ആൻറ്റിയും കൈകൾ കോർത്ത് പിടിച്ച് വേദിയിലേക്ക് എൻട്രി ആവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ അങ്കിളിനെ ആൻറ്റിയും നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. രണ്ടുപേരും ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ച് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായി ഗ്രേസ് ഹാസ് two wonderful sisters, Angel Reggie, a 4th year BEd student in Australia, and Glory Reggie, currently studying in grade 9. This is a song. It is going to be a massive recovery. Thank you.
and her respected grandparents, Mr. Punnu Thomas and Dr. Eliama Punnus, Mrs. Gracie James and late Mr. Joey Kurula. ഗ്രേസിന്റെ ഗ്രാൻഡ് പേരൻസിനെ കൂടെ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് അത്യധികം ആദരവോടും സ്നേഹത്തോടും കൂടെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇവരോടൊപ്പം തന്നെ ഗ്രേസിന്റെ അമ്മാച്ചന്മാരായ പ്രിൻസ് അങ്കിളിനെയും തോമസ് കുട്ടി അങ്കിളിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവരോടൊപ്പം തന്നെ ബിന്ദു ആന്റിയും കൂടെ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം ഗ്രേസിന്റെ അമ്മാച്ചന്മാർക്ക്. ആൻഡ് നൗ ഇപ്പോഴാണ് ഈ സ്റ്റേജിന് കംപ്ലീറ്റ് ആയ ഒരു ഫീൽ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് നമ്മൾ ഈ ബിഗ് ഫാമിലിയുടെ ഒരു ഫോട്ടോ സെഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ഫോർമൽ ഫംഗ്ഷൻ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. Dear Grace and Neff, get ready because this is going to be a good one. Ever since I could remember, me and Grace always despised each other. Our cat fights were like something nobody had ever seen before, except Ammo, of course, since she was always the one in the middle splitting us up. From making fun of me as a kid to now getting married, I'm so proud of you, sis. Enough with the jokes, let's get sentimental. As time grew, although our fights never stopped, we became closer. Grace, you taught me how to be a better version of myself. You watched me grow and paved the way for me so I didn't have to go through the struggles you did. Our bond is something I could never explain to someone, because how am I meant to explain that my sister with a 10-year age gap from me is one of my best friends? That she is the one who takes me to KFC when we get into an argument? That she is the one who ensures that I'm having a good time even if she isn't? I can't, because no one will ever have a Grace so special to them like my Grace is to me. Now, although I hate to admit it, these years wouldn't have been as priceless as they are without Neff. Neff is my brother, my other self, just only a tad bit more of a big back. As long as I can remember, I used to pray every day that Grace would find a man. Then this guy came into picture. Neff, when you came into my life, you filled that brotherly gap that I've always needed. You treat me as if I'm one of your own sisters and make me feel so cared for. Whenever someone asked me about you, I couldn't wait to tell them about my fun and cool brother-in-law. Now, there's so much more I could say about these two, but I have to give Ammo a little bit of a chance, so I'm cutting short. Neff, I hope you take care of Grace like she protected me my whole life, and I wish you both the best. From your very own Chinnamani. Hi everyone, I'm Angel, otherwise known as Sister of the Bride. Grace was hesitant to let me do this speech because I'm also the emotional sister, so if I don't shed a tear, you owe me a drink. This feels so surreal to me, to think
I think it only really sank in now that my big sister is getting married. And I couldn't think of someone more deserving and worthy of love. Those of you who really know Grace know that she's such a badass. And I never compliment her, so listen closely. Grace is the type of person who fights her own battles silently, but when it comes to people she loves, she will fight, probably physically too. And luckily, I'm one of the people she loves. I didn't always see it, but looking back now, Grace was always looking out for me. She always put me first and made sure I got everything I wanted. I feel so privileged to have a big sister, especially privileged to have Grace. I really felt that privilege when we sat at the London airport bawling our eyes out after my visit, unsure of when we'd see each other again. The day you left for UK, it felt like my whole world was falling apart, but we called every single day you were gone, sometimes 2 or 3 times a day. She is literally my other brain cell. I can't believe the same person who used to convince me to play in the trampoline only to turn it into a WWE ring is about to be a whole wife. Anyways, enough about Grace. Let's talk about Baddie Neff. Coming from a family of 5 girls, including Papa, because he's one of the girls now, it's been really refreshing to have a man like Neff come into our lives. When I first met Neff, I was a bit skeptical, because of his height, of course. But he is such a kind, loving, and caring person. He didn't hesitate for a second to treat Chinnu and I like his own sisters, and he fit into our family so easily. Neff's the type of person to take time out of his day to make other people feel valued and appreciated, even if it inconveniences him. A core memory I have of him is the year Grace was in the UK and it was my first birthday alone. He took me out to a cafe and surprised me with cake and had the waiter sing to me. Although that was the most awkward moment of my life, it made me feel cared for. You'll always be my first brother, and I hope you'll have as much fun growing old with her as I did growing up with her. You've both taught me that when you truly love someone, you'll see the storms coming, but choose to stand in the rain together anyway. I pray that your lives are filled with love, blessings, and laughter, and as your certified third wheel, I can't wait to experience it with you. I love you both. കോഴിത്തട എന്നുള്ള ചടങ്ങിനായി നെഫിൻ്റെയും ഗ്രേസിൻ്റെയും അമ്മാച്ചന്മാരായ ഏറെ സ്നേഹപൂർവ്വം നമ്മൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒത്ത് കല്യാണത്തിന് ശേഷമുള്ള വിരുന്നുകാർക്ക് നൽകുന്ന ചടങ്ങുകൾ വേദിയിൽ നടക്കുകയാണ്. വഴിപ്പുകല, യാത്രപ്പുകല നൽകുന്ന ചടങ്ങ് വേദിയിൽ നടക്കുകയാണ്. പ്രത്യേകിച്ച് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അമ്മാച്ചന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. വിരുന്നിന് മുൻപായി ഔദ്യോഗികമായിട്ട് വിരുന്ന് തുടങ്ങുവാൻ അമ്മാച്ചന്മാര് കോഴിത്തുട നൽകുന്ന ചടങ്ങുകൾ വേദിയിൽ നടക്കുകയാണ്. അമ്മാച്ചന് കോഴിത്തട കൊടുക്കട്ടെ. അമ്മാച്ച കേട്ടില്ല. അമ്മാച്ചന് കോഴിത്തട കൊടുക്കട്ടെ. നെഫിന്റെ അമ്മാച്ചന് കോഴിത്തട കൊടുക്കട്ടെ. നമ്മളിരിക്കുന്ന എല്ലാവരും കേട്ടു, അമ്മാച്ചന്മാരും കേട്ടു. ഇനി കോഴിത്തുട പരസ്പരം കൈമാറിക്കൊണ്ട് വിരുന്ന് സ്നേഹപൂർവ്വം ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഈ സ്നേഹവിരുന്നിലേക്ക് കുടുംബങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. വധുവിൻ്റെ കുടുംബം വരൻ്റെ കുടുംബത്തെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വിരുന്നിലേക്ക് ക്ഷണിക്കുന്ന ഒരു പാരമ്പര്യമായ ആചാരമാണ് കോഴിത്തുട. വഴിപ്പോകല ചടങ്ങ് നടത്തുന്നതിനായി നമുക്ക് സെൻറ്റർ കാർപ്പറ്റ് ഒഴിച്ചിടേണ്ടതായിട്ടുണ്ട്.
അതിനായി എല്ലാവരും കാർപ്പറ്റിൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വെടിയും പേച്ചു വെടിവെച്ചു ഗോപുരം കീറുന്നപ്പോൾ ശിപ്പായി മലവർ വിളികൊള്ളുന്നു. നെഫിന്റെ അമ്മാച്ചന്മാർക്ക് വഴിപ്പോകല കൊടുക്കട്ടെ. കേട്ടില്ല. നെഫിന്റെ അമ്മാച്ചന്മാർക്ക് വഴിപ്പോകല കൊടുക്കട്ടെ. അമ്മാച്ചൻ ചോദിച്ചത് നെഫിന്റെ അമ്മാച്ചന്മാർക്ക് വഴിപ്പകല കൊടുക്കട്ടെ. കേട്ടല്ലോ നീ അമ്മാച്ചൻ ചോദിച്ചത് കേട്ടല്ലോ വഴിപ്പല വാങ്ങിക്കട്ടെ. അമ്മാച്ചൻ ചോദിച്ചത് കേട്ടില്ല. ഗ്രേസിന്റെ അമ്മാച്ചനോട് വഴിപ്പോല മേടിക്കട്ടെ. കേട്ടല്ലോ നീ അമ്മാച്ചൻ ചോദിച്ചത് കേട്ടല്ലോ നീ.
ഇവിടെ നമ്മുടെ പ്രിയങ്കരിയായ ഗ്രേസിൻ്റെ മൈലാഞ്ചി ചടങ്ങുകൾ വേദിയിൽ ആരംഭിക്കുകയാണ്. മൈലാഞ്ചി ചടങ്ങിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി മനോഹരമായ ഒരു ഡാൻസ് പാട്ടിന്റെ അകമ്പടിയോടുകൂടി ഗ്രേസിനെ വേദിയിലേക്ക് ഏവരും ചേർന്ന് താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടി വേദിയിലേക്ക് എത്തിക്കുകയായി. ഒന്ന് കൈയടിച്ചു കൊടുത്തേ, എല്ലാവരും കൈയടിച്ചു കൊടുത്തേ. കൈയടിച്ചു കൊടുത്തു എല്ലാരും.
ഇവിടെ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് മൈലാഞ്ചി രാത്രി ആഘോഷിക്കുകയാണ്. നമ്മുടെ ക്നാനക്കാരുടെ പ്രാർത്ഥനാ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ ചടങ്ങിലേക്ക് കടന്നു വരികയാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, മനുഷ്യൻ ഏകനായിരുന്നല്ലാത്തതുകൊണ്ട് അവന് ഇണയും തുണയുമായി സ്ത്രീയെ അങ്ങ് നൽകിയല്ലോ. വിവാഹത്തിനായി ഒരുങ്ങുന്ന അങ്ങയുടെ മകളെ പാപക്കറകൾ കഴുകി വിശുദ്ധീകരിക്കുകയും ആന്തരിക സൗന്ദര്യത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ. ഒരു നല്ല ഭാര്യയും അമ്മയുമായി തീരുവാനുള്ള കൃപ ഇവൾക്കും നീ പ്രദാനം ചെയ്യണമേ. അമ്മേ മാതാവേ, നിന്റെ തിരുക്കുമാരനോട് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
ചുവപ്പവന് ഒരു മുകിലേ അരുമയണി അതിമോടി നീ വഴക്കമില്ല. മൈലാഞ്ചി പൊരുളുടയ മൈലാഞ്ചി 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 കരുതരുക നായകനെ അമ്മയൻ തോഴിമാരും കണ്ണിതന്റെ തോഴിമാരും. ചുമന്ന കയ്യെന്നറിഞ്ഞു കുടിക്കേ. മറ്റുടയോരെല്ലാരും അതിനോടെ ഊശിയൊന്ന് ഗുണമുടയ മൈലാഞ്ചി. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളെ തുമ്പക്കൊടി അഴകുള്ളികളാരോ അമ്പാടി കണിമുത്തേ പൂക്കണിമുത്തേ മിണ്ടിപ്പോയാലെന്തേ കോപം കല്യാണത്തിന് വന്ന
പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി പഴയുള്ള കൂട് കണ്ണാളം കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം പിന്നെ ജീവിതം മൈലാഞ്ചി ചടങ്ങിന് ശേഷം ഗ്രേസിന് പിതാവിൻ്റെ സഹോദരന്മാർ നൽകുന്ന ഇച്ഛപ്പാട് നൽകുന്ന ചടങ്ങുകൾ വേദിയിൽ ആരംഭിക്കുകയാണ്.
അതിനുശേഷം ബേബി, അതിനുശേഷം ബിൽ എന്നീ അവകാശികളും പെണ്ണിന് ഇച്ചപ്പാട് നൽകും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർക്കുകയായി. അവരും ഒരുങ്ങി ആദ്യമായിട്ട് ജോൺ ചേട്ടൻ നല്ലൊരു കൈഡി കൊടുത്ത്, നല്ലൊരു കൈഡി മനോഹരമായ ജോർജൻ നല്ലൊരു കൈഡി കൊടുക്കും, നല്ലൊരു കൈഡി മനോഹരമായ തലപ്പാവിന് നല്ലൊരു കൈഡി കൊടുക്കണം. ഇനി നാം എല്ലാവരുടെ 3 പ്രാവശ്യം അനുവാദം ചോദിക്കുകയാണ്. ഹലോ ഹലോ, നമ്മുടെ മണവാട്ടി പെണ്ണിന് എച്ചിപ്പാട് കൊടുക്കട്ടെ. അപ്പാപ്പൻ ചോദിച്ചത് ചൈത്രപ്പേല് ജോയിച്ചേട്ടൻ്റെ ജോയി കേസിയുടെ കൊച്ചുമോൾക്ക് എച്ചിപ്പാട് കൊടുക്കട്ടെ. അപ്പാപ്പൻ ചോദിച്ചത് ചൈത്രപ്പേല് റജിമോന്റെയും റജായുടെയും മൂത്ത മകളായ ഗ്രേസ് മോൾക്ക് എച്ചിപ്പാട് കൊടുക്കട്ടെ. അപ്പാപ്പൻ ചോദിച്ചത് കപ്പൽ കേറി മലനാട് നോക്കി പുറപ്പെട്ടാറി ഇരുന്നാല് പിടിയും വെച്ചു പിടിവെച്ച് ഗൗരം കയറുമ്പോൾ കിടത്തി തളരുമയ്യോ. പള്ളിക്കണ്ടിൽ കൊടിയും കേട്ടി കണ്ടിനോ നിധി ആരാജവർമ്മൻ പന്തലും കൂടെയുണ്ട്. പെരുന്നള്ളുന്നു കട്ടങ്ങൾ കാണാ അരികയുണ്ട്. മറവൻ പലരുമുണ്ട്, മറവൻ അരികയുണ്ട്. കൂടെയുണ്ട് വന്നു കടലാസ് വാങ്ങിക്കൊണ്ട് തകതകതീകച്ചു വീഴിച്ചു കരയിറക്കി തീരീകതും തകതീരീകതും തീരീകതും തകതീരീകതും കനകം പോതിഞ്ഞു വള്ളിത്തണ്ട് കണ്ടു കരുവി ഇരുന്നു കൊണ്ട് കൊട്ടത്തോടെ കൊട്ടയിൽ മന്നൻ പെരുമക നമ്മൾ സൂര്യാനിക്കാൻ വന്നു ഇറങ്ങി നമ്മൾ സൂര്യാനിക്കാൻ വന്നു ഇറങ്ങി
கண்ணால பார்த்தா ஒரு ஸ்பாட்டு என் முன்னால நடந்தா கேட் வாக்கு I swing it, I break it, I feel it, I touch it, I swing it, I break it, I feel it, touch it, touch it. പുത്തൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന പാട്ട് Baca Malayali, Pusha Modalani, Madhyam Madirasi. പോയി വഴിഞ്ഞ ആധാർമിതാവ് പാക്കില്ല എന്തോരില്ല പ്രേമിക്കുടൂ നീ സുമ്മാ ചേർന്നിരിങ്ങേ